AI എയർപോർട്ട് സർവീസ് ലിമിറ്റഡ്. മുൻപ് ഇത് എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസ് ലിമിറ്റഡ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ എയർലൈൻ ടാറ്റ ഏറ്റെടുത്തോടെ AI എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് AIASL എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നിലവിൽ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് COKയിലേക്ക് ഒരു 3 തസ്തികയിലേക്ക് ആയിട്ട് ഇൻ്റർവ്യൂ ക്ഷണിച്ചിട്ടുണ്ട്. ഒക്ടോബർ 5, 7 തീയതികളിലായിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. 3 വർഷത്തേക്കുള്ള ഫിക്സഡ് ടൈം കോൺട്രാക്ട് ബേസിലേക്കാണ് നിലവിൽ ക്ഷണിച്ചിരിക്കുന്ന ഇൻ്റർവ്യൂ. ഇത് 3 വർഷത്തിന് ശേഷം പുതുക്കി കിട്ടുന്നതാണ്. നമുക്ക് ഏകദേശം റിട്ടയർമെൻറ്റ് ലൈഫ് വരെ 56 വയസ്സ് വരെ നമുക്ക് അവിടെ ജോലി ചെയ്യാൻ സാധിക്കും. മറ്റ് പ്രശ്നങ്ങളൊന്നും നമ്മൾ ജോലി സ്ഥലത്ത് ഉണ്ടാക്കി നമ്മൾ കമ്പനി ടെർമിനേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും അവിടെ ജോലി ചെയ്യാവുന്നതാണ്. റാം സർവീസ് എക്സിക്യൂട്ടീവ് RAC എന്ന തസ്തികയിലേക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ ITI വിത്ത് NCTVT സർട്ടിഫിക്കറ്റ് 3 വർഷത്തെ, കൂടാതെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസും കൂടി വാലിഡ് ആയിട്ടുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസും കൂടി വേണം. 24,960 രൂപയാണ് RSAയുടെ ശമ്പളം. അതിൽ നിന്നും ട്രെയിനിങ് റിക്കവറിയായി 1000 രൂപയും PFും കുറച്ചിട്ട് 22,163 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാം ഡ്രൈവർ UARD ഈ തസ്തികയിലേക്ക് വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സാണ്. കൂടാതെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസും വേണം. നമുക്ക് ഈ തസ്തികയ്ക്ക് ലഭിക്കുന്ന സാലറി 21,270 ആണ്. അതിൽ നിന്നും ട്രെയിനിങ് റിക്കവറിയായി 1000 രൂപയും കൂടാതെ PF, ESA എന്നിവ കുറച്ചിട്ട് 18,959 രൂപ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഹാൻഡിമാൻ ഓർ ഹാൻഡി വുമൺ 10ാം ക്ലാസ്സാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. സാലറി കിട്ടുന്നത് 18,840 രൂപയാണ്. അതിൽ നിന്ന് PFും ESAയും കുറച്ചിട്ട് തുക അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. 3 തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള ഏജ് ലിമിറ്റ് 28 വയസ്സാണ്. ജനറൽ കാറ്റഗറിക്ക് OBC SC ST കാറ്റഗറിയിലുള്ളവർക്ക് ഏതാവിധം 3 വർഷവും, OBCക്ക് 3 വർഷവും, SC STക്ക് 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഈ തസ്തികയിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ഒക്ടോബർ 1, 2024 മുമ്പ് നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ലൈസൻസ് എടുത്തത് ഒക്ടോബർ 1 ശേഷമാണ്. ഇപ്പോൾ ഒക്ടോബർ 2 തീയതിയാണ് നമുക്ക് ലൈസൻസ് കയ്യിൽ കിട്ടിയിരുന്നത്. അതായത് ടെസ്റ്റ് കഴിഞ്ഞ് ലൈസൻസ് കയ്യിൽ കിട്ടിയത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കിതിനെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്ലിക്കേഷൻസ് മീറ്റിംഗ് വിത്ത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ മെൻഷൻഡ് ഇൻ ദിസ് അഡ്വർടൈസ്മെൻറ്റ് ആസ് ഓൺ 1 October 2024 are required to walk in person to the venue on the date and time as specified above, along with the application form and the copies of your certificates and the originals. ഈ തസ്തികയിൽ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരും ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും പറയുന്ന സമയത്ത്, അതായത് RSC ആണെങ്കിൽ 5-ാം തീയതിയും RSC UAD ആണെങ്കിൽ 5-ാം തീയതിയും ഹാൻഡിമാൻ ആണെങ്കിൽ 7-ാം തീയതിയും പറഞ്ഞിരിക്കുന്ന ലൊക്കേഷനിൽ 500 രൂപയുടെ DD, അതായത് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് എടുത്ത 500 രൂപ DD വേണം. ആ DDയിൽ കൃത്യമായിട്ട് അവർ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് AI എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് എന്ന് തന്നെ വാങ്ങിക്കണം. കാരണം ചിലവർ ഈ ലിമിറ്റഡിന് പകരം നമ്മൾ LTD യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കലും എഴുതി വാങ്ങിക്കരുത്. AI എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് എന്ന് തന്നെ, അത് LIMITD എന്ന് തന്നെ, ലിമിറ്റഡിന് LIMITD എന്ന് നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കും പോലെ തന്നെ എഴുതി വാങ്ങിക്കണം. കാരണം അങ്ങനെയുള്ള DDകൾ അവിടെ അവർ സ്വീകരിക്കില്ല, അവർ മാറ്റിവെക്കില്ല. നമുക്ക് അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 5 കിലോമീറ്റർ പോയാലാണ് പിന്നെ ബാങ്കുകളും സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ബസ്സിന് വരുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ മിസ്റ്റേക്കുകൾ പറ്റിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് തിരിച്ചുപോയി സമയത്തിനുള്ളിൽ തിരിച്ചെത്താനായിട്ട്. അപ്പോൾ ഈ DD എടുക്കുമ്പോൾ നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. AI എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ DDയിൽ പ്രിൻ്റ് ചെയ്ത് വാങ്ങിക്കണം. അല്ലെങ്കിൽ അത് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത നമുക്ക് അവസ്ഥ വരും. കൂടാതെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു റീസെൻറ്റ് ഫോട്ടോ, ഇത് 3 മാസത്തേക്കാളും പഴകിയ ഫോട്ടോ പാടില്ല എന്നാണ് പറയുന്നത്. ഫുൾ ഫേസ്, ഫ്രണ്ട് ഫേസുള്ളൊരു ഫോട്ടോ വേണം. അത് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ്റെ ഒപ്പം ഒരു ആപ്ലിക്കേഷൻ ഫോമുണ്ട്, അത് ഫില്ല് ചെയ്ത് അതിൽ ഒട്ടിക്കാനുള്ളതാണ്. പിന്നെ ഇനി OBC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് നമ്മൾ നോർമലി വില്ലേജിൽ നിന്ന് ആണ് നമ്മൾ OBC നോൺ ക്രീമിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങാറ്. അത് പറ്റില്ല. നമ്മൾ താലൂക്കിൽ പോയിട്ട് തഹസിൽദാറുടെ കയ്യിൽ നിന്ന്, നമ്മൾ ഈ നോട്ടിഫിക്കേഷനിൽ ഒരു OBCയുടെ ഫോർമാറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ തഹസിൽദാറുടെ കയ്യിൽ നിന്ന് നമ്മൾ സീൽ ചെയ്ത് വാങ്ങിക്കണം. അതാണ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ SC ST കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് അവർക്കും ഏജ് റിലാക്സേഷൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരണം. OBC SC ST കാറ്റഗറിയിലുള്ളവർക്ക് നിർബന്ധമായിട്ടും അത് കൊണ്ടുവന്ന് ഉപകാരമായിരിക്കും. കാരണം ഇത് സെലക്ഷൻ പ്രോസസ്സിൽ റിസർവേഷൻ എന്തോ സെറ്റപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഉള്ളവർ എന്തായാലും കൊണ്ടുവരാം. ഏകദേശം 2-3 ദിവസം കൊണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. താലൂക്കിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും, വലിയ ഡീലില്ലാണ്ട് കിട്ടും. അത് പബ്ലിക് ഹോളിഡേ അല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ പെട്ടെന്ന് ഡീലായിട്ട് കിട്ടും.
അപ്പോൾ അതും കൂടി എല്ലാവരും കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ ഇൻ്റർവ്യൂ നടക്കുന്ന വെന്യൂലേക്ക് ഇനി അങ്ങനെ എത്താൻ നോക്കാം. ഞാനിപ്പോൾ അങ്കമാലി KSRTC സ്റ്റാൻഡിൽ നിന്നുള്ള ലൊക്കേഷനാണ് ഇട്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉള്ളൂ അങ്കമാലി KSRTC സ്റ്റാൻഡിൽ നിന്ന്. KSRTC ബസ്സിൽ വരുന്നവർക്കാണെങ്കിൽ അങ്കമാലി KSRTC സ്റ്റാൻഡിൽ ഇറങ്ങിയതിന് ശേഷം സ്റ്റാൻഡിന് പുറത്തേക്ക് ഇറങ്ങിക്കുക. അവിടെ നിന്ന് പെരുമ്പാവൂർ റൂട്ടിലേക്കുള്ള പ്രൈവറ്റ് ബസ്സിൽ കയറാം. പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് ഈ ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം അറിയാവുന്നതാണ്. ബൈക്കുള്ളവരാണെങ്കിൽ ഇതുപോലെ അങ്കമാലി സിഗ്നലിലെത്തിയിട്ട് അവിടെ നിന്ന് ലൊക്കേഷൻ ഇട്ടാൽ മതി. അധികം ദൂരമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ 6 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ കൺഫ്യൂഷനിലാകും. നമുക്ക് 10 മിനിറ്റിനുള്ളിൽ എത്തും. ബസ്സിനൊന്ന് ഇറങ്ങുമ്പോൾ മെയിൻ റോഡിൽ ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് ബസ് സ്റ്റോപ്പിൽ നിന്നൊരു മെയിൻ റോഡിൽ നിന്ന് ഒരു 150 മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ ഇതിനകത്തേക്ക്. ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയമാണ്. അതായത് 2 വീലറിന് വരുന്നവർക്കാണെങ്കിൽ റോഡ് സൈഡിലൊക്കെ വണ്ടി വയ്ക്കാം. പക്ഷെ കാറിന് വരുന്നവരാണെങ്കിൽ അവർ പുറത്ത് വണ്ടി വെച്ചിട്ട്, അതായത് മെയിൻ റോഡിലോ എവിടെയെങ്കിലും കാറ് സൈഡാക്കി പാർക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം ഈ റോഡ് സൈഡിലധികം കാർ ഒതുക്കിടാനുള്ള വീതിയുള്ള റോഡല്ല അത്. പിന്നെ 2 വീലർ ആണെങ്കിൽ ഇവിടെ ഒരു അമ്പലമുണ്ട് സൈഡിൽ കുട്ടികൾക്കിൻ്റെ അപ്പുറത്ത്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്യാൻ ചെറിയൊരു സൗകര്യമുണ്ട് ഈ സൈഡിലായിട്ട്. 2 വീലേഴ്സ് ഈ റോഡിൽ സൈഡിൽ വയ്ക്കാൻ പറ്റും. അപ്പം അതൊക്കെയാണ് ലൊക്കേഷനിലേക്കുള്ള ഡീറ്റെയിൽസ്. പിന്നെ നല്ല ക്രൗഡ് എന്തായാലും ഉണ്ടാവും. നല്ല ക്രൗഡ് പ്രതീക്ഷിച്ച് നിങ്ങളെല്ലാവരും വരണം. കാരണം ഓൾ ഇന്ത്യൻ ബേസ് ആണ് ഇൻ്റർവ്യൂ സെലക്ഷൻ വരുന്നത്. മഹാരാഷ്ട്ര, ഡൽഹി അടക്കം ആൾക്കാർ വരും. കാരണം അവരിവിടെ എയർപോർട്ടിൽ ജോലി എന്ന് പറയുമ്പോൾ ഭയങ്കര വിലയുള്ള സെറ്റപ്പാണല്ലോ. അപ്പോൾ അവരിവിടെ വന്ന് ഇവിടുന്ന് ട്രാൻസ്ഫർ അടിക്കാനുള്ള സെറ്റപ്പിലാണ് അവരൊക്കെ വരും. അപ്പോൾ വരുന്നവർ നിർബന്ധമായിട്ടും നേരത്തെ ഒരു 9 മണി സമയം പറഞ്ഞേക്കണം. ഇപ്പം നിങ്ങൾ എന്തായാലും ഒരു 8 മണിക്കുള്ളിൽ എത്തുകയാണെങ്കിൽ അത്രയും തിരക്കില്ലാതെ നമുക്ക് കയറാൻ പറ്റും. അതായത് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ് ആദ്യത്തെ പ്രോസസ്സ് വരുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത സ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതിന് കുറച്ച് സമയം എടുക്കും. അത് മിക്കവാറും ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തീരും, അല്ലെങ്കിൽ 2 ദിവസമൊക്കെ എടുക്കും. ആൾക്കാർ അനുസരിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിന് ശേഷം പറയാം. അപ്പോൾ ലൊക്കേഷൻ ഇതാണ് വരുന്നത്. വരുന്നവരെന്തായാലും ഒരു കുട, നല്ല മഴയൊക്കെയുള്ള സമയമാണ്, ഒരു കുട ഒരു വെള്ളം കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അധികം വെയിലൊന്നും കൊള്ളാണ്ട് നിൽക്കാം. ഇനി തസ്തികകളുടെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചൊന്ന് പറയാം. അവിടെ ഇൻ്റർവ്യൂവിന് വെന്യൂവിൽ എന്താണ് നടക്കാൻ പോകുന്നതിനെ കുറിച്ച് നമുക്കൊരു വ്യൂ നമുക്ക് തരാം. ഹാൻഡിമാൻ, ഹാൻഡി വുമൺ ഈ 2 സീൻ കൂട്ടിയിട്ട് 201 വേക്കൻസിയാണ് ഉള്ളത്. ആദ്യം തന്നെ നിങ്ങൾ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യും. ആദ്യമായിട്ട് അവർ ചോദിക്കുക DD ആയിരിക്കും. അപ്പോൾ DD എടുത്ത് കൊടുക്കുക. DDയിൽ മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ അവർ അടുത്ത സർട്ടിഫിക്കറ്റ്സ് വയ്ക്കും. പിന്നെ നിങ്ങളടുത്ത് നിർബന്ധമായിട്ട് പറയുന്ന കാര്യം, നിങ്ങൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയിട്ട് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം വരിക. കാരണം പലരും വന്നിട്ട് ചുമ്മാ വരും. എയർപോർട്ടിലാണ് ജോലി, എങ്ങനെയെങ്കിലും ജോലി കിട്ടിയാലോ എന്ന് വിചാരിച്ച് 500 DD എടുത്ത് വരുന്നവരുണ്ട്. അവരൊക്കെ DD വാങ്ങിച്ച് വെച്ചിട്ട് അവരെ പറഞ്ഞുവിടുക ചെയ്യുക. ക്വാളിഫിക്കേഷൻ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും DD തിരിച്ചു തരില്ല. DD അവരെടുത്ത് വയ്ക്കും. 500 നിങ്ങൾ പോകും. അപ്പം നിർബന്ധമായിട്ട് ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്തിട്ട് മാത്രം നിങ്ങൾ വരിക. അതിൽ ഇനിയിപ്പോൾ ഹാൻഡിമാൻ, ഹാൻഡി വുമൺ അവർക്ക് ആദ്യം തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആയിരിക്കും നിങ്ങൾ എടുക്കുക. 201 വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 500 to 1000 പേര് അവിടെ ഇൻ്റർവ്യൂവിന് വരും എന്ന് പ്രതീക്ഷിക്കുക. അവരെല്ലാവരും ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു ചെറിയൊരു സ്കിൽ ടെസ്റ്റ് ഉണ്ട്. സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഏകദേശം ഒരു 5 കിലോ അടുത്ത് വരുന്ന ഒരു വെയിറ്റ്, ആ വെയിറ്റ് പിടിച്ചിട്ട് ഒരു 100 മീറ്റർ ഇല്ല, ആളിൻ്റെ ഉള്ളിൽ നിന്ന് അറ്റം വരെ പോയിട്ട് തിരിച്ച് വരിക. ഈ വെയിറ്റ് തൂക്കി പിടിക്കുന്ന അവിടെ മേത്ത് തട്ടാൻ പാടില്ലെന്നൊക്കെ നിർദ്ദേശങ്ങൾ അവിടെ തരും. ആൺകുട്ടികളെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടുള്ള വെയിറ്റ് അല്ല. പക്ഷേ പെൺകുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് എടുത്ത് ഓടാൻ. ഇത്ര സമയമുണ്ട്, ടൈം എത്ര എനിക്ക് ഓർമ്മയില്ല, ഇത്ര സമയത്തിനുള്ളിൽ അപ്പുറം പോയിട്ട് ഇപ്പുറം വരണം. അതാണ് ഹാൻഡിമാൻ, ഹാൻഡി വുമൺ തസ്തികയിലേക്കുള്ള ഇൻ്റർവ്യൂ പ്രോസസ്സ് വരുന്നത്. അതിനുശേഷം ഇനിയിപ്പോൾ RSC വിവാടിക്കും സെയിം പ്രോസസ്സാണ് ഇൻ്റർവ്യൂ. അത് ക്വാളിഫിക്കേഷനും സാലറി മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇവർ ചെയ്യാൻ പോകുന്ന ജോലി, അത് ജോലി കിട്ടിയ എയർപോർട്ടിൽ ചെയ്യാൻ പോകുന്ന ജോലി സെയിം. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ഏതാണ് ഈ 3 തസ്തികകൾക്കുള്ള അവർ എയർപോർട്ടിൽ എന്താണ് ടാസ്ക്, എന്താണ് അവരുടെ ജോലി എന്ന കാര്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. RSC വിവാടിക്ക് സെലക്ഷൻ വരുന്നത് ഇതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആയിരിക്കും. സർട്ടിഫിക്കേഷന് ശേഷം ഒരു സ്കിൽ ടെസ്റ്റ് വരുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റാണ് വരുന്നത്. നമുക്കിപ്പോൾ മാപ്പിൽ നോക്കി കാണാം, ഒരു വണ്ടി ഓടിക്കുന്നത് കാണാം. അത് ആ ചെറിയ ടാങ്കറാണ് ഇവിടുത്തെ എയർപോർട്ടിൽ നമ്മുടെ ഇത് ASLൻ്റെ എക്യുപ്മെൻറ്റ്സ് ഫ്യൂലിംഗ് ഉപയോഗിക്കുന്ന ടാങ്കറാണ്. അത് ഓടിച്ച് കാണിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ട്രാവലർ ഉണ്ട്, വരണം ഒരു ട്രാൻസ്പോർട്ട് ട്രാവലർ ഉണ്ട്, അതായിരിക്കും ഓടിച്ച് കാണിക്കേണ്ടി വരാം. അത് ശേഷം നിങ്ങൾക്ക് ചെറിയ ഇൻ്റർവ്യൂ ഉണ്ടാവും. ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും, ഫേസ് ബേസ്ഡ് ഇൻ്റർവ്യൂ. അപ്പോൾ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ നിൽക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ച് വയ്ക്കുക. ഇംഗ്ലീഷിൽ ഒരു യൂട്യൂബിലൊക്കെ നോക്കി ഇഷ്ടംപോലെ വീഡിയോ കാണും. സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ച് വയ്ക്കുക. അതിനുശേഷം
മിക്കവാറും അതായിരിക്കും ആദ്യം ചോദിക്കേണ്ടാവുക. അതിനുശേഷം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, ഇപ്പോൾ ITI കഴിഞ്ഞാണെങ്കിൽ ITI ബേസ് എന്നുള്ള ചെറിയ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഞാൻ കൊമേഴ്സ് ആണെങ്കിൽ BCom കഴിഞ്ഞ ആളാണെങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, അല്ലെങ്കിൽ ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ, അങ്ങനെ ചെറിയ അതിൻ്റെ സാധനങ്ങളുണ്ട്. അതൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. തെലങ്കാനയുടെ മുഖ്യമന്ത്രി ആര്, കർണാടക മുഖ്യമന്ത്രി ആര്, ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അത് പലർക്കും പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. അത് നമ്മൾ മൈൻഡ് ചെയ്യണം. അതൊരു നമ്മുടെ റെസ്പോൺസ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു വഴിയാണ്. ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് നോ എന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി. ഇതാണ് ഈ 3 തസ്തികയിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. അതിനുശേഷം നിങ്ങൾ പോക്കോളാൻ പറയും. എന്നിട്ട് എപ്പോഴെങ്കിലൊക്കെ വിളിക്കും. ഈ ഒക്ടോബറിൽ ഇൻ്റർവ്യൂ, കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു, എല്ലാ വർഷം ഒക്ടോബറിലാണ് ഇൻ്റർവ്യൂ നടക്കാറ്. ഒക്ടോബറിൽ ഇൻ്റർവ്യൂ നടന്നിട്ട് ഡിസംബറിലൊക്കെ ഹാൻഡിമാനൊക്കെ ഡിസംബറിൽ വിളിച്ചെന്ന് തോന്നുന്നു. RSC യുവാടിനെ ആദ്യമായിട്ട് വിളിക്കുന്നത് ജനുവരിയാണ്. ജനുവരി 16 തീയതിയാണ് 2023 ഒക്ടോബറിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ ഫസ്റ്റ് ബാച്ച് കയറിയത്. അന്ന് 13 വേക്കൻസി ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഏകദേശം 20-25ഓളം പേര് കയറിയിട്ടുണ്ട്. അപ്പോൾ ഹാൻഡിമാനും RSCക്കും യുവാടിയും കൂട്ടിയിട്ട് ആകെ 7 വേക്കൻസി ഉള്ളൂ. പക്ഷേ അത് നിങ്ങൾ നോക്കേണ്ട, അതിൽ കൂടുതൽ ആൾക്കാർ എടുക്കാൻ ചാൻസ് ഉണ്ട്. ബാക്കിയായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ജോലി സാധ്യത എന്താണ്. പിന്നെ ഉപദേശിക്കാമെന്ന് വിചാരിക്കരുത്. എയർപോർട്ടിലാണ് ജോലി എന്നുള്ളൂ, പട്ടിപ്പണിയാണ്. അപ്പോൾ ആർക്കെങ്കിലും നിലവിൽ ഒരു 20 രൂപ 30 രൂപയിൽ ടെൻഷൻ ഇല്ലാണ്ട് വെയിലും മഴയും കൊള്ളാണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജോലി തന്നെ തുടരാം. കാരണം ജോലി കുറച്ച് ടാസ്ക്കാണ്. കാരണം RSC എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലരും ഉണ്ടായിരുന്ന ജോലി കളഞ്ഞ് വന്ന് പെട്ടുപോയ കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. ഓക്കെ.